ഹായ് അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോർമൽ ഫ്ലേവർ ചെയ്തിരിക്കുന്നതാണ്, മൈൽഡാണ്, മിസ്റ്റ് ചിൽഡ് മോറാണ്. നമ്മൾ ഷുഗർ ഒരു മീഡിയം ഫ്ലേവർ ചെയ്തിരിക്കുന്നതാണ്. മാംഗോ ജ്യൂസ് പിന്നെ കറങ്ങി വന്നു കഴിയുമ്പോൾ ഇച്ചിരി എരിവ് ഒഴിച്ച് പിന്നെ മധുരം ഇത് കാറ്റ് കേസരി, സാദാ കേസരി, കുറച്ച് ആവശ്യത്തിന് മതി. ഇത് കേസരിയാണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ടായി കിടക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി കാണുന്നത് നമ്മുടെ ക്വാളിറ്റി എന്താണ്. കപ്പ് കേക്ക് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സോനാപാപ്പടി ഉണ്ട്, ലഡു ഉണ്ട്. ഇഷ്ടമാണ് ലഡു കൊണ്ടുവന്നില്ല. റവയാണേ. വാഴയിലെ പൊതിഞ്ഞ എണ്ണക്കത്ര ആ സാധനമാണോ? കുറച്ച് മതി. ഈ കണ്ട സാധനം മൊത്തം ഞാൻ തിന്നുന്നു. പാലപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തേക്കാണ്. എത്ര സാധനമുണ്ട്: ക്യാബേജ്, പച്ചടി, പയറ്, ഓമൂസ്, അച്ചാറ്, അവിയൽ, അയല പൊള്ളിച്ചത്, ചിക്കൻ ഫ്രൈ, താറാവ് കറി. താറാവ് കറി അടിപ്പം കളറാണ് കേട്ടോ, അതുകൊണ്ട് പൊളിയാണേ. ഞാൻ ഇത് ഇപ്പം തൽക്കാലം ഒത്തിരി അടുത്ത് ഇരുന്നുണ്ടോ ഞാൻ ഉള്ളിലാക്കം നല്ല മണേ ലൈറ്റിങ്ങിലാണ്. ചിക്കൻ സൂപ്പറാണോ? ഉള്ളിലാക്കം നല്ലതായിട്ട് സൂപ്പറാണ്. ഇങ്ങനെതോ മോമോസാണ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ തിന്നു കഴിയാൻ ഞാൻ തിന്നു കേട്ടാ ഭക്ഷണം കൊടുക്കുക. അതല്ല, അത് ഞാൻ തിന്നുന്നതാണോ നിൽക്കുന്നതാണേ കണ്ട ആൾക്കാർ. നമുക്ക് റൈസ് വെച്ചിട്ടുള്ള ഡിഷസാണ് ഈ ഫുള്ള് അവിടെ മുതൽ ഇരിക്കുന്നത്. ഇത് എവിടെ മുതൽ കുഴിമലയല്ല, അവിടെ മുതൽ നമ്മുടെ ഡിഷാണ് റൈസ് വെച്ചിട്ട്. ഇപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ വെറൈറ്റി ഡിഷുണ്ട്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി സംഭവങ്ങളെല്ലാം ഉണ്ട്. ചക്കച്ചോറ്, അതുപോലെ മിക്സഡ് റൈസ്, മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ട്. അവിടെ ഫ്രൈഡ് റൈസ് തന്നെ പല സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഇച്ചിരി ചേർക്കാം കേട്ടോ. പഞ്ഞി പോലെ ഇരുന്ന് അരി
ഉണ്ടാക്കുന്നതാണ് ആണല്ലേ? അതെ സമ്മതിക്കണ്ടേ. സൂപ്പർ. തരൂല ഇടക്കൂടെ വരണ്ട, തരൂല. മിക്സഡ് റൈസ്, ഗീ റൈസ്. ഒന്നും ഓർക്കടാ, മൊത്തം തിന്നുന്നില്ലെന്നും പറഞ്ഞു. മൊത്തം നിന്നില്ലെന്നൊന്നും ഓർക്കരുത്. എല്ലാം ടേസ്റ്റ് ചെയ്തില്ല, അത് മതി. ഇതെല്ലാം മുട്ടയോ? മുട്ടയോ? ഇത് മിക്സഡ് റൈസ്, മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാവില്ലേ, എല്ലാം ഗീ റൈസ്. ഗീ റൈസ് ആണ് കേട്ടോ. ബാക്കിയുള്ള ഡിഷിൻ്റെ അപ്പുറത്തെ ടേബിളുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസ്. നിങ്ങളുടെ റൈസിൽ വേറെ ടേബിൾ മാത്രം, അതുകൊണ്ടാണ് പേര് പറഞ്ഞത്. കുഴപ്പമില്ല. എല്ലാം തിന്നണോ? എല്ലാം ടേസ്റ്റ് വേണോ? കാണുമ്പോൾ വലിയ കൂടുതൽ തോന്നുന്നു, എല്ലായിടത്തും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കി എല്ലാം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ, രുചി അറിയില്ല. എല്ലാം കൂടെ ആവുമ്പോൾ. എല്ലാം കൂടെ ഇത് കഴിഞ്ഞിട്ട് വേണം വിശ്വാസം ഞാൻ നിന്നിട്ടില്ല. ഫസ്റ്റ് ഞാനും ഇന്നാ കഴിക്കുന്നത്. ഇതെന്താ ബീഫ്? ചെമ്മീനാളാണ്. വീഡിയോ ഓഫീസിൽ വന്നു കേട്ടോ. അതൊന്നോ കഴിക്കും. അതൊന്നും എനിക്ക് ഇടയില്ല. തക്കാളി വേണം. ബട്ടറും ആഡ് ചെയ്യും. അപ്പോഴത്തേക്കും ഇത് ടൊമാറ്റോ റിസോർട്ട് എന്ന് പറയും. ഇതില്ലെങ്കിൽ തക്കാളി ചോറ്. നാടല്ല കേട്ടോ, മെയിനാണ്. എല്ലാം ചിക്കനുണ്ട്, ചിക്കനുണ്ട്. എല്ലാം തിന്നു നോക്കുന്നത് സർവപ്പട്ടയുണ്ട്. വേണം. എല്ലാവരും എൻ്റെ വായിലോട്ട് നോക്കുന്നത്. പീസും എടുത്ത് മയണൈസിൽ വഴറ്റി കുറച്ച് ചോറായിട്ടങ്ങ് ഞാൻ പറഞ്ഞു അതാണ് മെയിൻ ഐറ്റം. എന്നാടാ പിന്നെ വളരെ സന്തോഷത്തോട് പറയാൻ പറയാൻ ചിരിച്ചിട്ട് വിളിച്ച് പറയാൻ പപ്പടോടെ ഇതൊക്കെ നമ്മുടെ വീട്ടില് കട്ടൻ ചായ കൂട്ടി അടിക്കുന്ന സാധനം പപ്പടമാണ്. നമുക്ക് അറിയാം, സൂപ്പറാണ്. ഉള്ളിവട അല്ലേ? ഉള്ളിവട ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ മെയിനാണ്. അതുമില്ല
എന്നൊക്കെ പറയല്ലേ ആ സാധനം. ഇതൊക്കെ നാടൻ പണ്ടത്തെ കാലത്തൊക്കെ നാടൻ വിഭവമാണ്. എല്ലാ വീട്ടിലും കാണുന്ന സാധനമാണ്. ഉന്നക്കായ എന്താണേലും എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു പുതിയൊരു അനുഭവമായിരുന്നു ഇത്. അവിടുത്തെ കുട്ടികളൊക്കെ ആണെങ്കിലും നല്ല വൈബ് പിള്ളേരായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്ര സന്തോഷിച്ച ഒരു പ്രോഗ്രാം എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അവിടെ ചെന്നപ്പോഴൊക്കെ എല്ലാവരും വിചാരിച്ചു ഞാൻ ഭയങ്കര ജാടയായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഭയങ്കര ബഹുമാനത്തിലൊക്കെയാണ് കുഞ്ഞുങ്ങൾ എന്നോട് പെരുമാറിയത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു അത്രയ്ക്കൊന്നും വേണ്ട, ഞാൻ വളരെ നിങ്ങളെപ്പോലൊക്കെ തന്നെ സാധാരണക്കാരിയാണെന്നൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് തിന്നുന്നുകൊണ്ട് ഫോട്ടോ എടുക്കണം. ഞാൻ എന്തെല്ലാം വൈബാണോ കാണിച്ചു കൂട്ടിയത് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഇത്ര നല്ലൊരു അച്ചടക്കമായ ഒരു സ്കൂള് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ ജീവിതത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷവും ബഹുമാനം ഞാൻ തോന്നിയ നിമിഷമാണ് കേട്ടോ എനിക്കിത്. അപ്പോൾ നമ്മൾ പഴയ ഒരു കാലത്തിലോട്ട് പോയി. പണ്ടൊക്കെ നമ്മുടെ അച്ഛനമ്മമാർ കൊയ്യാനൊക്കെ പോകുമ്പോൾ കഞ്ഞിയും കപ്പയും മീൻകറി അച്ചാറും ഒക്കെ കിട്ടുന്ന ആ ഒരു കാലഘട്ടത്തിലോട്ട് പോയി. എൻ്റെ പിള്ളേർ ഭയങ്കര പൊളിയായിരുന്നു, വൈബായിരുന്നു. അവനെനിക്ക് പറഞ്ഞു തരികയായിരുന്നു കപ്പയുടെ മുകളിലോട്ട് മീൻകറി ഒഴിച്ച് തിന്നാൽ സൂപ്പറായിരിക്കും ചേച്ചി എന്ന് തിന്നപ്പോൾ നല്ല സ്വാദുണ്ടായിരുന്നു. അതുപോലെ തന്നെ തന്ന എല്ലാ ഫുഡുകളും ഉണ്ടാക്കിയ എല്ലാ കുട്ടികൾക്കും വളരെ നല്ല അഭിനന്ദനങ്ങൾ ഞാൻ തരികയാണ്. എല്ലാ ഫുഡും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. എന്താണെങ്കിലും ഇങ്ങനൊരു സ്ഥലത്ത് പോകാനും എനിക്കിങ്ങനെ ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. താങ്ക് യു. ഇതിൻ്റെ അടുത്ത വീഡിയോ നാളെ ഉണ്ടാവും.